തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി ലെവൽ പാർക്കിംഗിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ 203 കാറുകൾക്ക് ഒരേ സമയം പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമാണ് ഇവിടെ ഉള്ളത്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് മൾട്ടി ലെവൽ പാർക്കിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോഴാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പിന്നീട് ഏകദേശം 3-4 വർഷമെടുത്തു നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ. സ്മാർട്ട് സിറ്റിയുടെ തുക ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മൾട്ടി കാർ പാർക്കിംഗ് സംവിധാനം ഇവിടെ ആരംഭിക്കുന്നത്. ജൂൺ ജൂലൈ മാസത്തിലാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത്. ഒരു 3 മാസം മുമ്പ് തന്നെ അത് കൃത്യമായി തന്നെ പൂർത്തീകരിക്കുകയും കാറടക്കം ഇതിൽ കയറി മുകളിലേക്ക് ടെസ്റ്റ് റൺ നടത്തുകയും ചെയ്തു. അതൊക്കെ വിജയകരമായി തന്നെ പൂർത്തീകരിക്കുകയും കഴിഞ്ഞു. ഇനി അല്ലറ ചില്ലറ അറ്റകുറ്റപ്പണികൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നത്. सिविल वर्क हमने स्टार्ट किया था जुलाई लास्ट में, और हमने स्ट्रक्चर वर्क चालू किया लास्ट अक्टूबर. ये ख़त्म हो चुका, 3 से 4 महीने हो गया ख़त्म हुए. जो छोटा मोटा नया रेक्टिफिकेशन है वो इधर चल रहा है. വേഗത്തിൽ തന്നെ ഈ പണി കൂടി പൂർത്തീകരിക്കാൻ കഴിയും എന്ന് തന്നെ ഇവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ വേഗത്തിൽ ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ആളുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്ന് തന്നെയാണ് പൊതുപ്രവർത്തകനും മെഡിക്കൽ കോളേജ് മുൻ കൗൺസിലറുമായ ശ്രീകുമാർ പറയുന്നത്. നമ്മുടെ ഈ മെഡിക്കൽ കോളേജിൻ്റെ പാർക്കിംഗ് പ്രശ്നം എന്ന് പറയുന്നത് അതിരൂക്ഷമായ ഒരു വിഷയമാണ്. 4000-ഓളം രോഗികളും 3000-4000 OP പേഷ്യൻറ്റും ഒക്കെ നിരന്തരം വരുന്ന ഈ സ്ഥലത്ത് തൊട്ടടുത്ത് തന്നെ RCCയും ശ്രീത്രയും പ്രവർത്തിക്കുന്നു. അവർക്കൊന്നും സ്വന്തമായി പാർക്കിംഗ് സംവിധാനം ഇല്ല. എല്ലാ പാർക്കിങ്ങുകളും മെഡിക്കൽ കോളേജ് ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഓരോരോ സ്ഥാപനങ്ങളും നിയമപ്രകാരമുള്ള പാർക്കിംഗ് ഉണ്ടാക്കേണ്ടത്. RCCക്ക് പാർക്കിംഗ് ഇല്ല, ശ്രീത്രി പാർക്കിംഗ് ഇല്ല. എല്ലാ മെഡിക്കൽ കോളേജ് വരുന്നതുകൊണ്ട് മെഡിക്കൽ കോളേജ് രോഗികളും ഡോക്ടർമാരും മറ്റു ജീവനക്കാർക്കും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ പലപ്പോഴും വാഹനങ്ങൾ മോഷണം പോവുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമെന്ന നിലയ്ക്ക് 2019 ഇവിടെ ഇങ്ങനെ ഒരു മൾട്ടി പാർക്കിങ്ങിന് വേണ്ടി അന്ന് നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം 2019 ഒരു ഫലകം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും പ്രവർത്തനം നടന്നില്ല. ഈ കഴിഞ്ഞ 1.5 വർഷം മുമ്പാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് ആരംഭിച്ചു ഒരു 6 മാസം കൊണ്ട് പണി പൂർത്തിയാക്കേണ്ടത് റെഡിമെയ്ഡായിട്ട് ചെയ്യുന്ന വർക്കുകളാണ് അത്രയും. പക്ഷേ അതൊന്നും സമയബന്ധിതമായി നടപ്പാവുന്നില്ല. ഇപ്പോൾ 1.5 വർഷമായിട്ട് ഇത് എന്ന് പൂർത്തിയാവുമെന്നോ എന്ന് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റുമെന്നോ യാതൊരു തരത്തിലുള്ള അറിവും ഇവിടുത്തെ ആർക്കും ഇല്ല. അതുമാത്രവുമല്ല, ഇതിനെ സംബന്ധിച്ച് ഇത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായുള്ള ഫണ്ട് ഉപയോഗിച്ച് തിരുവനന്തപുരം നഗരസഭ നിർമ്മിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ നടത്തിപ്പ് ഇനി ആരാണ്, മെഡിക്കൽ കോളേജാണോ നഗരസഭയാണോ എന്നുള്ളത് ഒരു സംശയകരമാണ്. അതുമാത്രമല്ല, നഗരസഭയ്ക്ക് ഇത് നേരിട്ട് നടത്താൻ സാധിക്കില്ല. കാര്യം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ സ്ഥലത്ത് അവർ നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചില തർക്കങ്ങൾ നിൽക്കുന്നു. ഇത് പൂർണ്ണമായും മെഡിക്കൽ കോളേജിൻ്റെ അധീനതയിലുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും ജീവനക്കാർക്കും വേണ്ടി ഉപയോഗപ്രദമാകുന്ന തരത്തിൽ ഈ പാർക്കിംഗ് സംവിധാനം റെഡിയാക്കി നൽകണം എന്നുള്ളതാണ് ഈ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ടോക്ക് ബാക്ക് സിസ്റ്റം എന്ന് പറയും. ഫയർ അലാമിൻ്റെ ബന്ധപ്പെട്ട അത് അഡ്രസ്സബിൾ സിസ്റ്റം. ഫയറിൻ്റെ തന്നെ നമുക്ക് ഓരോ ഡിറ്റക്ടറും സെൻസറുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ യൂണിറ്റുകളാണ് ഇരിക്കുന്നത്. റെഡ് കളറിലത്തെ TV സിസ്റ്റം എന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും തീപിടുത്തുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം അനൗൺസ്മെൻറ്റ് ചെയ്യാനുള്ള സിസ്റ്റമാണിത്. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏത് സ്ഥലത്താണ് ഫയർ എന്ന് നമുക്കത് അവിടെ അറിയാൻ പറ്റും. ആ ഡിസ്പ്ലേയിൽ അറിയാൻ പറ്റും. അപ്പം ഏത് ഭാഗത്താണ് തീ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് സ്പ്രിംഗ്ലർ ആക്റ്റീവ് ആവും, വെള്ളം വരും. അത്യാവശ്യം നല്ല ടെക്നോളജിയാണിത്. എല്ലാ രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഇതിപ്പം എല്ലാ ഫ്ലോറിലും ഉണ്ട്. ഒരു 134 ഡിവൈസ് ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ഏത് സൈഡിലാണ് നമുക്ക് ഫയർ ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്റ്റീവായിട്ട് അറിയാൻ പറ്റും. ഇവിടുന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യാനും പറ്റും. എല്ലാ സിസ്റ്റവും ഉണ്ട്. നമ്മൾ അത്യാവശ്യം മോഡേൺ ബിൽഡിങ്ങിൽ ചെയ്യണ എല്ലാ സിസ്റ്റവും ഇവിടെ ചെയ്തിട്ടുണ്ട്. എത്ര ഫ്ലോറാണ് ഇതിപ്പോൾ 4 ഫ്ലോറാണ്. എല്ലാ ഫ്ലോറിലും ഉണ്ട്. നമുക്ക് ടെറസിലടക്കം വരെ ഉണ്ട്. ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം എല്ലാം ഉണ്ട്. ये हेडन वाल्व है,
और ज़्यादा हमको ज़्यादा फायर है तो उसके लिए यूज़ करेगा। छोटा इधर से होसरी ले और छोटा कार्टून वगैरह, अगर छोटा कोई भी फायर है तो उसमें यूज़ करेगा। हमारा फायर अलार्म का फायर के लिए कोई भी इधर से फॉलो करता है तो इधर से अलार्म बजता है, और उसके बाद से हम लोग का बेटर इसमें फायरिंग सिस्टम का यूज़ किया है सिस्टम है। और नीचे हमारा इसका पंप रूम है, हाई क्वालिटी परफॉर्मेंस है, इसका बैकअप है, डीजल इंजन है और इलेक्ट्रिक पंप है, हाई क्वालिटी कंप्लीट परफेक्ट मैटर है, और इसमें हम लोग का बेटर सेफ्टी है। ഏകദേശം 200 കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി സമീപം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടുള്ള തീപിടുത്തമടക്കം നിയന്ത്രിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഈ കെട്ടിടത്തിലുണ്ട്. ക്യാമറമാൻ PV രഞ്ജിത്തിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.